4 വർഷത്തോളമായി വലിയ മാറ്റമില്ലാതിരുന്ന രാജ്യത്തെ ഇന്ധനവില കഴിഞ്ഞ 10 ദിവസത്തിനിടെ കുതിച്ചുയർന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ മാത്രം 4 തവണയായി 8 രൂപയോളമാണ് ഇന്ധനവിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. വില വർധനവ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയുടെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ധനവില കൂടുന്നതെന്ന് ആദ്യം നോക്കാം. ഇതിന് പ്രധാന കാരണം നമ്മുടെ അതിർത്തികൾക്ക് അപ്പുറത്താണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം, പ്രത്യേകിച്ച് ഇസ്രയേൽ അമേരിക്ക സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യം ആഗോള എണ്ണ വിപണിയെ കലുഷിതമാക്കിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണക്കടത്തിന് ഏറ്റവും സുപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞതും ഗതാഗതം തടസ്സപ്പെട്ടതും അസംസ്കൃത എണ്ണയുടെ വിതരണ ശൃംഖലയെ ബാധിച്ചു. ഇതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 വരെ ഉയർന്നു. ഇത് ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ 85 മുതൽ 90% വരെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ രാജ്യത്തെ നേരിട്ട് ബാധിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വാങ്ങുന്നത് US ഡോളറിലാണ്. രൂപയുടെ മൂല്യം ഇടിയുന്നതും ഡോളർ കരുത്താർജിക്കുന്നതും ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് ഇന്ത്യ കുറഞ്ഞ നിരക്കിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നുവെങ്കിലും അമേരിക്കയുടെ പുതിയ വിദേശ നയങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും കാരണം ഇപ്പോൾ ഇത്തരം കുറഞ്ഞ നിരക്കിലുള്ള എണ്ണ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ സാഹചര്യങ്ങളെല്ലാം മോശമായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇതുവഴി പ്രതിദിനം ഏകദേശം 1000 കോടി രൂപയുടെ നഷ്ടമാണ് എണ്ണ കമ്പനികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ വില വർധനവിന് ശേഷവും ഡീസൽ ലിറ്ററിന് 25 മുതൽ 30 രൂപ വരെയും പെട്രോളിന് 10 മുതൽ 14 വരെയും നഷ്ടമുണ്ടെന്നാണ് BPCL ചെയർമാൻ പറയുന്നത്. ഈ പാദത്തിൽ എണ്ണ കമ്പനികളുടെ ആകെ നഷ്ടം 57,000 കോടി മുതൽ 58,000 കോടി രൂപ വരെയാകുമെന്നാണ് കണക്കുകൂട്ടൽ. കേന്ദ്ര സർക്കാർ ഇറക്കുമതി നികുതി കുറച്ചിട്ടും കമ്പനികൾ ഓരോ ലിറ്ററിലും 17 മുതൽ 18 രൂപയുടെ നഷ്ടം നേരിടുന്നുണ്ട്. ഈ നഷ്ടങ്ങൾ നികത്താൻ ഇപ്പോൾ വില വർദ്ധിപ്പിക്കുകയല്ലാതെ എണ്ണ കമ്പനികൾക്ക് മറ്റ് മാർഗങ്ങളില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇപ്പോഴുണ്ടായ വർധനവ് താരതമ്യേന കുറവാണെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 3 മാസത്തെ കണക്കെടുത്താൽ പാകിസ്ഥാനിൽ 54.9%, UAEയിൽ 52.4%, അമേരിക്കയിൽ 44.5% വില ഉയർന്നപ്പോൾ ഇന്ത്യയിൽ അത് വെറും 4 മുതൽ 5% വരെ മാത്രമാണ്. എങ്കിലും ഈ സമാധാനം അധികകാലം നീണ്ടു നിൽക്കില്ലെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്.